ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ എന്തങ്ങനെ സബോള അരിഞ്ഞു വെച്ചതെന്ന് വിചാരിക്കേണ്ട. ഞാനത് സബോള ഒരു 2 എടുത്തിട്ടുണ്ട്, വലുതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചക്രം പുക്കറാച്ചിട്ടും കൂടെ അരിഞ്ഞിട്ടോളൂ. നമ്മൾ ചെറുതാക്കി അരിയൊന്നും വേണ്ട. ഒരു തക്കാളിയും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ചപ്പാത്തി ഉണ്ടാക്കാൻ കാലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ആ ബട്ടർ ഇങ്ങനെ അരിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച സബോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ വെറൈറ്റികൾ എല്ലാവരും ഇഷ്ടപ്പെടില്ല. ഒരു ചേഞ്ച് ആരും ഇഷ്ടപ്പെടാത്തത്? ചേഞ്ചൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ ചേഞ്ച് ആവാനായിട്ടും അതിനുള്ള സാഹചര്യം മാനസികമായിട്ടുള്ള ഒരു ഇതും ഇല്ലാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. എന്നാലും ഇങ്ങനെയൊക്കെ പോകണമെന്നേ. അപ്പോൾ ഞാൻ സബോള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല. ഇനി അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളവിടെ വെച്ച തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളിയും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വഴറ്റി എടുക്കാതെ നിങ്ങൾക്ക് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് അത് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാനാണ് അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ എന്തായാലും വഴറ്റിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒന്ന് വല്ലാണ്ട് വഴന്ന് വരുന്നും വേണ്ട, ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫാക്കി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുത്ത മിശ്രിതം അവിടെ വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് നടുക്കീറിയതും അതുപോലെ കറിവേപ്പിലയും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും അതേ പാനിലേക്ക് ഒരു ലേശം കൂടി ബട്ടറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പച്ചമുളകും കറിവേപ്പിലയും അതിലേക്കിട്ട് ഒന്ന് പൊട്ടിച്ചു. അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പൊടികൾ ചേർക്കണം. അപ്പോൾ ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും പറഞ്ഞ പോലെ ഞാനും ധൃതിയിൽ ചെയ്തപ്പോൾ അബദ്ധമൊക്കെ പറ്റി. അപ്പോൾ അരച്ച മിശ്രിതം ഞാൻ അതിലേക്ക് ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു പാനിൽ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാലയൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ തക്കാളി സബോളയും കൂടി അരച്ച മിശ്രിതം ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചു കേട്ടോ. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മുടെ ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മുട്ട നമുക്ക് പുഴുങ്ങിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തിന്നണമെങ്കിൽ തിന്നാം, വെറുതെ തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വെച്ചാൽ തിന്നാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും നമ്മുടെ മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ചൂട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചൂട ഞങ്ങൾ പറയും കൊഴുവ എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ വെറുതെ ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലതായി വറുത്തെടുത്തു. അതുപോലെ ഇന്ന് രസം വെക്കുകയാണ്. അബിക്ക് കുറച്ച് പനിയൊക്കെയാണ്. അപ്പോൾ ഇത്തിരി രസമാവാമെന്ന് വിചാരിച്ചിട്ട് രസം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രസമൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. കടുകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിക്കാം, അല്ല ലാസ്റ്റ് കടുക് പൊട്ടിക്കച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ചു. അപ്പം നമ്മുടെ മല്ലി, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുകിട്ട് കൊടുത്ത് കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളകും ഇതൊക്കെ കൂട്ടുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് രസത്തിന് കേട്ടോ. രസം പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കും, അല്ലാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു മണം, ആ മണം മതി കേട്ടോ, എനിക്കിഷ്ടമാണേ ആ മണം. എന്നിട്ട് അതൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു. പിന്നെ നമ്മുടെ കായം പൗഡറും ചേർത്തതിന് ശേഷം ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഒരു തക്കാളിയും അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരച്ചാൽ അങ്ങനെ ഉടഞ്ഞ് വന്നാൽ നല്ലത് തന്നെയാണ്. അല്ല നിങ്ങൾ ലാസ്റ്റ് തക്കാളി നീരിങ്ങനെ പിഴിഞ്ഞ് ചേർക്കണുള്ളൂ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം നമ്മുടെ പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല, പുളി വെള്ളത്തിലിട്ടത് അത് പിഴിഞ്ഞ് നമ്മൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കും. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് നന്നായി തിളച്ച് വരണ സമയത്ത് മല്ലിയുടെ ഇല ചേർക്കുക. അതൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാൻ കുറച്ചും കൂടി നമ്മുടെ കായം പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ രസം ഉണ്ടാക്കിയേക്കുന്നത്. രസത്തിൻ്റെ പരിപാടി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. രസം പനിയാണെങ്കിലും അതുപോലെ മഴക്കാലമൊക്കെ ആകുമ്പോഴും ഇടയ്ക്കൊക്കെ കുടിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ രസം അതിന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് പയർ ഉപ്പേരിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ എളുപ്പപ്പണി എന്നുള്ളത് മാത്രമല്ല, വയ്യ എനിക്ക് തീരെ വയ്യ, തലവേദനയൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ അമ്മയ്ക്ക് വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ കൾച്ചറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൾച്ചറിൻ്റെ റിസൾട്ട് വാങ്ങിച്ചിട്ട് വേണം നമുക്കിനി ഡോക്ടറിനെ കാണിക്കാനായിട്ട്. വീണ്ടും ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്.
എന്തൊക്കെ ആവട്ടെ, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാം താങ്ങാനുള്ള ശക്തി തരണം എന്നുള്ളത് മാത്രമാണ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വന്നാലും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഇല്ലാതിരിക്കില്ല. ഉള്ള ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മളിങ്ങനെ അതെല്ലാം അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അതെല്ലാം സഹിക്കാനുള്ള ഒരു കരുത്ത് വേണമല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒതുക്കി അമ്മേനെയൊക്കെ കുളിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വേണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സ്വന്തം ജോ. ബൈ.